അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. കുറച്ച് ദിവസമായിട്ട് കണ്ണങ്ങോട്ട് തെളിയണില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. പട്ടാമ്പിക്കാട്ടോ പോണത്. നിങ്ങളുടെ കൂട്ടത്തിലും കാണില്ലേ ചെറുപ്പത്തിൽ കണ്ണട വയ്ക്കാൻ വാശി പിടിച്ചിട്ട് ഇപ്പോൾ കണ്ണട വയ്ക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ. എൻ്റെ വീട്ടിലത് ഞാനാട്ടോ. ആദ്യം ഞങ്ങൾ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഹോസ്പിറ്റലിലേക്ക്. റിസപ്ഷനിൽ പോയിട്ട് ടോക്കണൊക്കെ എടുത്തു. എനിക്ക് കുറച്ച് പേടിയുണ്ട് കണ്ണട വെക്കേണ്ടി വരുമെന്ന്. ഞങ്ങളവിടെ ചെന്നിട്ട് ആദ്യം കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് ഡോക്ടറെ കാണാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയിട്ട് മുടി വെട്ടി. ഇത് ലിസ്റ്റിൽ ഇല്ലാത്തതായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞാൻ റെഫറൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ ഒരു പ്രിഫറൻസ് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെന്താ, മുടിയല്ലേ വളരുമെന്ന് വിചാരിച്ച് സമാധാനിക്കുക. മുടി വെട്ടി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഒരു മെഡിസിൻ 2 തവണ ഒഴിച്ചിട്ട് വീണ്ടും ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിൻ ഒഴിച്ചിട്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്ന് ഒരു തവണ കൂടെ മെഡിസിൻ ഒഴിച്ചു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചെറിയൊരു പവറിൻ്റെ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പേടിച്ച പോലെ തന്നെ സ്പെക്സ് വയ്ക്കണം. പിന്നെ മെഡിസിൻ ഒഴിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷൻ കുറച്ച് ബ്ലറായിട്ടാണ് കാണുകയെന്ന്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ, ബായ്.